യെസ് മക്കളെ, ഗുഡ് ഈവനിങ്. എല്ലാവരും സന്തോഷം ഹാപ്പി ആയിട്ടാണ് ചേ ഹാപ്പി അല്ല എല്ലാവരും? ചെറിയ ഹാപ്പി ഉറവൊക്കെ ഉണ്ടല്ലേ? റെഡി ആക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുണ്ടല്ലേ? സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു സാർ ഓർമ്മിച്ചു, ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവരും നേരെ നട്ടല്ലൊക്കെ നിവർത്തി നേരെ ഇരുന്നേ. സെറ്റ് അല്ലേ? സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ആവശ്യത ആർക്കൊന്നുമല്ലോ, എല്ലാം റിഫ്രഷ് ആയല്ലോ. ഇപ്പോൾ സാറേ നമ്മുടെ ചാപ്റ്ററിന്റെ കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗം കിട്ടും സാർ. ഇത് കഴിഞ്ഞല്ലോ സാറേ? ഷോർമ ചത്തി റഹി ഇത് കഴിഞ്ഞ് താഴത്തോട്ട് സാറേ. ബിലോട്ടനെ തേക്കുന്ന നമ്മൾ പോയല്ലേ? ഓക്കെ ഇതല്ല, അതിന് മുകളിലാണ്. യെസ് ഇതന്നെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അതൊന്ന് വായിപ്പിക്കാം സാറേ. ഒരു പഠിച്ചെന്ന് പറയണല്ലോ. ഓക്കെ സാർ, റാൻഡ് സ്ഥലത്തെ ഫസ്റ്റ് തന്നെ യദു. ഹായ് യദു. വെരി ഗുഡ് ഈവനിങ്. വായിച്ചോടാ. ഇവിടേക്ക് വായിച്ചോ, കുഴപ്പമില്ല. കഴിഞ്ഞു. പേജ് നമ്പർ 110. എന്നാ വായിച്ചു. വായിക്കാൻ പഠിച്ചില്ല ഇതുവരെ, എന്ത് പറ്റി മോനെ? എന്താ കിട്ടാത്തെന്താ? ഇതൊക്കെ നമ്മൾ വായിപ്പിച്ചില്ല ക്ലാസ്സിലെ. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് കഴിഞ്ഞ ഒരു ദിവസം വായിച്ചിട്ടാണ് കിടക്കാനായിടുന്ന്. വായിച്ചായിരുന്നു അന്ന് രാത്രി. മെഡിക്കൻ. അപ്പൊ എഴുന്നേറ്റുന്നടാ, എഴുന്നേറ്റേക്കാ എഴുന്നേറ്റേക്കാ, ഇരുത്താം. ജോസ്ഫി, ഗുഡ് ഈവനിങ് സർ. മോനെ ഒന്ന് വായിച്ചടാ. ഒരു സെക്കൻഡാ, ഇപ്പൊ എണിപ്പിച്ച് നിർത്തിയ ആളെ കൂടെ വായിച്ചോടാ. ഓക്കെ, വായിച്ചോടാ. പതിവയോ മിടുകൻ. നെക്സ്റ്റ്. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് സാറേ. നെക്സ്റ്റ് വിളിച്ചു സാറേ. അലീന. ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ്. രണ്ടാം സെന്റൻസ് വായിച്ചോ മക്കളെ. दूसरा सोफे के नीचे. पदी. दूसरा सोफे के नीचे. मिडिगी. नेक्स्ट. मैंने उनके माँ बाप के हवाले कर दिया, पर जलमुर्गियों शोर मचाती रही. ओके मिडिगी, सूपर आड़ा जुड़ा सर. नेक्स्ट आड़ा सर. അനഞ്ജയ്. ഹായ് അനഞ്ജയ്. നമ്മുടെ ഫുൾ എടുത്തില്ലെന്നല്ലോ സാറേ. വെരി ഗുഡ് ഈവനിങ്. അവിടെ ഇരുന്നോളൂ. വായിച്ചോ. നിർത്തിയാളെ ഇരിക്കുക, ശ്രദ്ധിച്ചിരിക്കട്ടെ ക്ലാസ്സില്. ആദ്യത്തെ വീട് കേട്ടില്ല. എന്താ വായിച്ചേ? എടാ മൈനേന്ന് വായിക്കണ്ട, മേനെ കേട്ടോ. മിടുകൻ. ഓക്കെ, മിടുകൻ, സൂപ്പർ ആയിട്ട് വായിച്ചുടാ സാറേ. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് സാറേ. സാറാ. വെരി ഗുഡ് ഈവനിങ്. ആരോട്ട് വഴക്കിട്ടിരിക്കുന്നു കൊച്ച്? എന്ത് പറ്റി? എന്തൊരു വഴക്കേട്ടിട്ടുണ്ടല്ലോ ഒന്ന്. വായിച്ചോ. വഴക്കൊന്നുമില്ലല്ലേ? ഇത് മുതലല്ലേ? അന്ന് വായിച്ചോ. ദൂസറ പേരെന്താണ് സാറേ? സഹറ. സഹറ. ഹലോ ഹലോ. ഇതെന്ത് വായിക്കണേ? ദൂസറ കണ്ട് ഒന്നും കേട്ടില്ല. ഇതെന്താ? സഹറ സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റ്. ഇഷ കമോൺ. ഇഷയ്ക്ക് പവർ അടിക്കണം വായിക്കാനായിട്ടല്ലേ? വായിച്ചോ മക്കളെ. വായിക്ക്.
मैंने എന്നിട്ട് വായിച്ചു भीतर जाकर देखा പതിയെ പതിയെ एक പതിയെ പതിയെ चूहा പതിയെ പതിയെ पंखे पर था, ആ दूसरा सोफे के नीचे। ഓക്കെ मैंने उन्हें उनके माँ बाप के हवाले कर दिया സൂപ്പറാ पर ആ ഓക്കെ ബാക്കിയിട്ട് വായിച്ചു शोर बजाती रही। സൂപ്പറാ നന്നായിട്ട് വായിച്ചുട്ടാ മിടുക്കി ഓക്കെ ഇനി മുന്നേ വിളിച്ചുള്ള പേരെന്തായിരുന്നു സാറേ സാറ സഹറ എന്ത് വായിക്കാൻ പഠിക്കാത്തെ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നല്ലേ നമുക്ക് ക്ലാസ്സിൽ വായിപ്പിച്ചൊക്കെയല്ലേ ഇത് അപ്പൊ എവിടെയായിരുന്നു അപ്പൊ എന്താ വായിച്ചില്ല ടെക്സ്റ്റ് ബുക്ക് അടിപൊളി ഓക്കെ ഇരിക്കുക ഇനി അടുത്ത ക്ലാസ് പോലെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വായിപ്പിക്കുന്ന അത്രയും പാരഗ്രാഫ് ഞാൻ 10 പ്രാവശ്യം വെച്ച് എഴുതിപ്പിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ വായിക്കാൻ വേണ്ടി ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ ഓക്കെ മക്കളെ ഞാനൊരു 1 മിനിറ്റ് തരാം വേഗം ഒന്നിന്റെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സാറേ മോളുണ്ടായിരുന്നുള്ളേ മോളുണ്ട് സാർ തിരുവോട് സാറേ ആ ഇത് തന്നെ ഓക്കെ ഓക്കെ ദേ ഇത് മുതലുള്ള മീനിങ്സ് വേഗം ഒന്ന് വായിക്കാം കേട്ടോ 1 മിനിറ്റ് സമയം തരും ചോദിക്കും കേട്ടോ സാറേ മൈനസ് വായിച്ചിട്ടുണ്ടോ സെറ്റ് അല്ലേ ഓക്കെ ആണല്ലോ അപ്പൊ സാറ് ചോദിക്കും പറഞ്ഞോട്ടോ കറക്റ്റ് ആയിട്ട് സാറേ ഫസ്റ്റ് ഓടിച്ചു സാറേ ആദിത്യ ഹായ് വെരി ഗുഡ് ഈവനിങ് എന്താ ചൂസേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം മക്കളെ ചൂസേ ചിക്സ് വെരി ഗുഡ് സാറേ നെക്സ്റ്റ് അലോക് അലോകേ ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ് ഗുസ് ആയി എന്ന് പറഞ്ഞ എന്താ അർത്ഥം മക്കളെ ഗുസ് ആയി എൻ്റർ ചെയ്തു കടന്നു വന്നു മിടുകൻ സൂപ്പറാ സാറേ നെക്സ്റ്റ് ഓളി സാറേ ദിയ ഹായ് ദിയ ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് എന്താ മക്കളെ ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത് ഔട്ട് സൈഡ് മിടുക്കി കറക്റ്റ് ആണോ നെക്സ്റ്റ് ഓളി സാറേ പവിത്ര ഹായ് പവിത്ര ദീവ എന്ന് പറഞ്ഞ മക്കളെ ദീവ അറിയില്ലല്ലേ എഴുന്നേക്ക സാറേ നെക്സ്റ്റ് വിളിച്ചു അക്ഷര ബുക്ക് എടുത്ത് വേഗം പഠിക്കട്ടോ ആ അക്ഷര ഹായ്ഡാ എന്താ മക്കളെ ദീവ എന്ന് പറഞ്ഞതാ കണ്ടു സൂപ്പർ എഴുന്നേറ്റേ ഞാനും കണ്ടു അറിയാത്തതായിട്ട് ഞാനും കണ്ടു സാറേ നെക്സ്റ്റ് ഫഹീൽ എഴുന്നേക്ക അക്ഷര എഴുന്നേക്ക പഠിച്ചിട്ടില്ല വേഗം പഠിച്ചേ ഫഹീലേ വെരി ഗുഡ് ഈവനിങ് എന്താ മക്കളെ ദീവ എന്ന് പറഞ്ഞതാ ഇത്ര നേരം ചോദിച്ചു മനസ്സിലായില്ലേ ദീവാടോ അറിയില്ലല്ലേ എഴുന്നേറ്റോ എന്താ മോനെ പറഞ്ഞേ ദി വാൾ എന്നാണോ പറഞ്ഞേ ആ ബുക്ക് ഒന്ന് അടക്കാവോ ടെക്സ്റ്റ് ബുക്ക് അടക്കാവോ മുമ്പിലിരിക്കുന്നു ഓക്കെ അല്ലേ ഓട്ട് എന്ന് പറയുന്നത് കണ്ടു എല്ലാം കണ്ടു നീ ബുക്കിൽ നോക്കണേ കണ്ടു അത് രണ്ടാമത് കയറി ചോദിച്ചു നോക്കിയല്ലേ പറഞ്ഞേ അല്ലേ എഴുന്നേറ്റു ഓട്ട് തെറ്റ് നോക്കിയുള്ള തെറ്റാണോ സാറേ നെക്സ്റ്റ് സാറേ വേദിക ഹായ് വേദിക ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ് ദീവാർക്കി ഓട്ട് എന്ന് പറഞ്ഞായിരിക്കും മക്കളെ ദീവാർക്കി ഓട്ട് എന്ന് പറയുമ്പോ ബിഹൈൻഡ് ദ വാൾ മെഡിക്കി ബിഹൈൻഡ് ദി വാൾ വാളിന്റെ പിന്നെ അതായത് മതിലിന്റെ പിന്നിലായിട്ട് സൂപ്പർ സാർ നെക്സ്റ്റ് യസ്വിനെ മക്കളെ ബിലൗട്ട എന്ന് പറഞ്ഞടാ ബിലൗട്ട മൈക്കില്ല ഓക്കെ കാണിച്ചാലും മതി എന്ന സംഭവം ആ ഓക്കെ അവൻ പറഞ്ഞ കറക്റ്റ് സാറേ നെക്സ്റ്റ് വിളിച്ചു കറക്റ്റ് ആണോ കറക്റ്റ് ആണ് സാറേ നെക്സ്റ്റ് വിളിച്ചു ഹൃദിക സോറി ഹൃദിക് ഇപ്പൊ എന്താ കാണിച്ചവിടെ അങ്ങനെ കാണിക്കരുത് കേട്ടോ ഓക്കെ ബിലൗട്ട എന്ന് പറഞ്ഞ മക്കളെ പൂച്ച വെറും പൂച്ചയാണോ ആ കുഞ്ഞിപ്പൂച്ച കേട്ടോ കിറ്റനാണോ വെരി ഗുഡ് സാറേ നെക്സ്റ്റ് ആൻമൈക്ക് ദേക്ക എന്ന് പറഞ്ഞ മക്കളെ ദേക്ക എഴുന്നേക്ക സിമ്പിൾസ് ആണ് സാറേ നെക്സ്റ്റ് വിളിച്ചു നിരഞ്ജന ഹായ് നിരഞ്ജന ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ് എന്താ മക്കളെ ദേക്ക എന്ന് പറഞ്ഞത് കണ്ടു സൂപ്പറാ മക്കളെ എനിക്കേക്കുന്ന എല്ലാ മക്കളും വേഗം വായിച്ച് പഠിക്കുക കേട്ടോ സാറേ നെക്സ്റ്റ് വിളിച്ചു സാറേ നെക്സ്റ്റ് പേജിലൂടെ ശ്രദ്ധ
ഹായ് ശ്രദ്ധ, വെരി ഗുഡ് ഈവനിങ് ഡാ. മുജെ എന്ന് പറഞ്ഞ അർത്ഥം മുജെ. മുജെ സിമ്പിൾ. പോരട്ടെ, അറിയില്ല. എഴുന്നേക്ക, വേഗം വായിച്ചു പഠിച്ചേ. എഴുന്നേക്ക സാറേ. നെക്സ്റ്റ് ദർശിക്. ഹായ് ദർശിക്. ഹായ് ഡാ. എന്താണ് മുജെ എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ? മീ അല്ലെങ്കിൽ എന്നെ അല്ലേ? റൈറ്റ് സാറേ. നെക്സ്റ്റ് ദിയ. മുജെ എന്ന് പറഞ്ഞാൽ എന്നെ എന്ന് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ മീ എന്ന് പറഞ്ഞു. മുജെ ദേക്കർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മുജെ ദേക്കർ എന്താ പറഞ്ഞ? അറ്റോ? അടുത്തുനിന്നാണോ? എഴുന്നേറ്റ് വായിച്ചു പഠിച്ച് ബുക്ക് എടുത്ത് വേഗം വായിച്ചേ സാറേ. നെക്സ്റ്റ് ആള് സാറേ. ശിവാനി. മുജെ ദേക്കർ എന്താ മക്കളെ? മുജെ ദേക്കറിന്റെ മീനിങ് പറഞ്ഞാൽ മതി. മലയാളത്തിൽ ഇംഗ്ലീഷുള്ള മീനിങ് പറഞ്ഞാൽ മതി. എന്നെ കണ്ടപ്പോൾ. ആ, എന്നെ കണ്ടപ്പോൾ. സൂപ്പറാ, കറക്റ്റ് ആയിട്ട് പറഞ്ഞോട്ടോ. മെഡിക്കി സാറേ. നെക്സ്റ്റ് വിളിച്ചേ. നഫീഹെ. ഗുഡ് ഈവനിങ് സർ. ബിലൗട്ട. ബിലൗട്ട നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ബിലൗട്ട ഭാഗയ എന്ന് പറഞ്ഞാൽ മതി. പൂച്ചക്കുട്ടി ഓടിപ്പോയി. മിടുക്കൻ, സൂപ്പറാ സർ. നെക്സ്റ്റ് അബിയ. ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ് ഡാ. ലേക്ക് എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ? പക്ഷേ. പക്ഷേ. സൂപ്പറാ. ലേക്കിൻ ബട്ട് അല്ലെങ്കിൽ പക്ഷേ. സൂപ്പറാ സാറേ. നെക്സ്റ്റ് ആണ് സാറേ. കൃപ. ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ് ഡാ. ഷോർ മചാത്തി രഹി എന്ന് പറഞ്ഞാ? kept making noise. ആ, മേക്കിംഗ് നോയ്സ് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. കെപ്റ്റ് മേക്കിംഗ് നോയ്സ്. സൂപ്പറാ, കറക്റ്റ് ആയിട്ട് പറഞ്ഞോ സാറേ. നെക്സ്റ്റ് ആള് സാറേ. ദേവശ്രീ സാറേ. തത്തോട്ട് സാറേ. ചാപ്റ്റർ തത്തോട്ട് കൂടെ. ദേവശ്രീ അഡ്മിറ്റ് ചെയ്യാട്ടോ. ഹായ്. മേനെ അർത്ഥം എന്താ? മേനെ എന്ന് പറയുമ്പോ എന്റെ. എന്റെ എന്നണ്ട, ഞാൻ. കുഴപ്പമില്ല, അത്രയും പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഓക്കെ സാർ. നെക്സ്റ്റ് വിളിച്ചോ. ഉമറുൽ ഫാറൂഖ്. ഉമറുളെ എന്താണ് ബീത്തർ ആണെന്നത് മക്കളെ? ബീത്തർ അറിയില്ല. എഴുന്നേക്കുക. അനാമിക. ഇപ്പൊ ആരും പറയുന്നില്ല സാർ ഇനിയും വിളിക്കണോന്നല്ലേ? അനാമിക എന്താണ് മക്കളെ ബീത്തർ എന്ന് പറഞ്ഞത്? അവിടെ നോക്കി പറഞ്ഞല്ലോ പറഞ്ഞേ. എഴുന്നേക്കാട്ടോ സാറേ. നെക്സ്റ്റ് വിളിക്കാം. ഏഞ്ചൽ. ഏഞ്ചലെ ഹലോ. ഏഞ്ചലി ലാസ്റ്റ് വന്നിട്ട് ഇനി വിളിക്കുമ്പോ ഏഞ്ചൽ ഉണ്ടാവില്ല. അമലെ. ഗുഡ് ഈവനിങ് സർ. മോനെ എന്താടാ മോനെ ബീത്തർ എന്താടാ അർത്ഥം? ഇൻസൈഡ്. ഇൻസൈഡ്. മിടുകൻ, കറക്റ്റ് ആണ് കേട്ടോ സാറേ. നെക്സ്റ്റ് ഏഞ്ചൽ ഒന്നില്ല സാറേ. ഏഞ്ചലെ ജാക്കർ എന്ന് പറഞ്ഞത് മക്കളെ? ജാക്കർ. അൺമ്യൂട്ട് ചെയ്യാട്ടോ. അൺമ്യൂട്ട് ചെയ്യാം. ഉത്തരം അറിയാവോ? നിനക്ക്? ഇല്ല. എഴുന്നേൽക്കട്ടോ. ആ, പാർവതി. പാർവതി എന്താ ജാക്കർ എന്ന് പറഞ്ഞ മക്കളെ? മീനിങ് എന്താടാ? അടിയിലോ? എഴുന്നേക്ക. നല്ല അടിയുടെ കുറവാണ്. ശരിയാണ് അത് പറഞ്ഞത് സാറേ. നെക്സ്റ്റ് ഇഷാൻ. ഇഷാനെ എന്താണ് ജാക്കർ എന്ന് പറഞ്ഞാല്? ഇഷാൻ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നോ? ഓക്കെ സാർ. നെക്സ്റ്റ് വിളിച്ചു. എയ്ഡൻ. ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ്. എന്താണ് മോനെ ജാക്കർ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത്? എഴുന്നേക്ക. നിക്കണം, ഇരിക്കണ്ട. എഴുന്നേക്ക സാറേ. നെക്സ്റ്റ് ആള് ദേവാങ്കേ. ജാക്കറിന്റെ മീനിങ് പറഞ്ഞത്? ജാക്കർ എന്ന് പറഞ്ഞ മീനിങ്? ബീത്തർ ജാക്കർ എന്ന് പറഞ്ഞില്ല നമ്മള്? മീനിങ് എന്തായിരുന്നു? വെൻ. പോയിട്ട് കേട്ടോ, അകത്തേക്ക് പോയിട്ട്. ഓക്കെ മെടുക സാർ. നെക്സ്റ്റ് ആള് സാറേ. എസ. ദേക്ക എന്ന് പറഞ്ഞത് മക്കളെ? ദേക്ക. വെരി ഗുഡ് ഈവനിങ്. ദേക്ക എന്ന് പറഞ്ഞാ? ദേക്ക.
നോക്കി. നോക്കി എന്നാണോ? ആ യെസ്, ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. മേനെ ഭീത്തർ ജാക്കർ ദേഖാ, ഞാൻ അകത്ത് പോയിട്ട് നോക്കി കേട്ടോ. ലുക്ഡ്. സാറേ നെക്സ്റ്റ് ആള് സാറേ. നൈപുണ്യ. ഫർഷിന്റെ അർത്ഥം പറഞ്ഞു. ഫർഷ്. ഫർഷിന്റെ അർത്ഥം ആ എണീറ്റോട്ടോ, എഴുന്നേറ്റോ. ഷാലൻ. ഞാൻ ചോദിക്കും ആരും ബുക്ക് നോക്കി പറഞ്ഞു കേട്ടോ. എനിക്ക് നിങ്ങളുടെ മോൻ കാണുന്നതിന് അറിയാം നിങ്ങൾ ചെയ്തോണ്ട്. അപ്പൊ എഴുതിച്ചാർന്ന് പോയോ പെട്ടെന്ന്. പേരാ സാറേ? ഷാലന്റെ ഫർഷിന്റെ അർത്ഥം മക്കളെ. തറ. തറ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മക്കളെ, ഇപ്പൊ നിക്കുന്ന ഞാനിപ്പോ എണീപ്പിച്ച് നിർത്തിയ ആൾക്കാർക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ബാക്കിയുള്ളവർ എല്ലാവരും ലോ ഹാൻഡ് ചെയ്യുക. എണീപ്പിച്ച് നിർത്തിയ ആൾക്കാർ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. എല്ലാവരും പേര് ഇവിടെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആരും ഹാൻഡ് റൈസ് ചെയ്യാണ്ടിരിക്കണ്ട. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കണ്ടൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു അതിനാ. എണീപ്പിച്ച് നിർത്തിയ ആൾക്കാർ വേഗം ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ മക്കളെ. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ചധികം മീനിങ്സ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ സാറേ, സൺഡേക്ക് മുന്നേ തന്നെ എല്ലാവരും ഇതിനകത്തുള്ള കംപ്ലീറ്റ് മീനിങ്സ് 5 പ്രാവശ്യം വെച്ച് എഴുതിയിട്ട് ഷാഡോ ടീച്ചറിന് അയക്കണം. ഓക്കെ അല്ലേ? ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ പേരെല്ലാം ഇവിടെ നോട്ടാണ്. അപ്പൊ ഈ ഓക്കെ, ഏഞ്ചലൊന്നും കൈ പൊക്കിയിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഏഞ്ചലിനെ പ്രത്യേകിച്ച് ഞാൻ പിടിക്കുന്നതാണ് കേട്ടോ. ഒരു ചോദ്യം ചോദിച്ചാലും ഒരു കാര്യം വെച്ചാൽ ഏഞ്ചൽ ഹാൻഡ് റൈസ് ചെയ്യില്ല, അൺമ്യൂട്ട് ആക്കിയില്ല. ഓക്കെ, അപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഓരോർക്ക് അറിയാലോ ആരൊക്കെയാണെന്ന്. ഇന്ന് തന്നെ ഒരെണ്ണമെങ്കിലും എഴുതി അയച്ചേക്കണം കേട്ടോ. മീനിങ്സ് എഴുതി 5 പ്രാവശ്യം വെച്ച് എഴുതി പഠിച്ചിട്ട് ഇന്ന് തന്നെ ഒരെണ്ണം അയച്ചേക്കണം. ബാക്കിയുള്ളത് ഞായറാഴ്ചക്ക് മുമ്പ് എനിക്ക് അയച്ച് ഷാഡോ ടീച്ചർക്ക് അയച്ചിട്ടാണ് കേട്ടോ. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മൾ എന്തായാലും മീനിങ്സ് വയ്ക്കുന്ന കാര്യം. ഇത്രയും പേര് പഠിച്ചിട്ടില്ല. ഇപ്പൊ ചോദിച്ചപ്പോ എന്ത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചു പോയത്. രണ്ടും പറയാൻ വരുന്നുണ്ടോ? ഇല്ല കേട്ടോ. അന്നിരുന്നോളൂ. ഇപ്പൊ ഇരിക്കട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇതുവരെ നമ്മൾ പറഞ്ഞു തരുന്നില്ലേ, അകത്ത് പോയി നോക്കിയപ്പോ നമ്മുടെ ഈ ചിക്സ് എവിടെയായിരുന്നു? ഒരാൾ എവിടെയായിരുന്നു? നമ്മുടെ തറയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഒരാൾ എവിടെ? നമ്മൾ ആ പിക്ചറിൽ നോക്കിക്കേ. പിക്ചറിൽ എവിടെ നിൽക്കുന്ന നോക്കിക്കേ. ടെക്സ്റ്റ് ബുക്കിലെ നോക്കുക. എവിടെ നിൽക്കുന്ന ഒരു ചിക്ക് കണ്ടല്ലോ അല്ലെ? ആ ഓക്കെ, ഒരു ചിക്ക് എവിടെ നിൽക്കുന്ന നോക്കിക്കേ. എന്തൊരു കസേരയോ സോഫയോ എന്തോ ഇതിന്റെ അടിയിലാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം സാറേ. ഓക്കെ, ദൂസറ സോഫേക്ക് നീച്ചെ. ദൂസറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ദൂസറയുടെ മീനിങ് ഒന്ന് കഴിച്ചു കാണിച്ചേ. ദൂസറ എന്ന് പറയുമ്പോ ദൂസറ മീൻസ് സെക്കൻഡ് വൺ, രണ്ടാമത്തത് കേട്ടോ. അപ്പോ ഒരെണ്ണം എവിടെയായിരുന്നു? തറയിലായിരുന്നു. ദൂസറ മറ്റത് കേട്ടോ. അല്ലെങ്കിൽ ശ്രദ്ധിച്ച മക്കളെ, ദൂസറമ്മ അദർന്നൂടി മീനിങ് ഉണ്ട് കേട്ടോ. OTHER അദർ എന്നും പറയാം കേട്ടോ. അദർ എന്ന് എഴുതാ, അല്ലെങ്കിൽ സെക്കൻഡ് വൺ എഴുതി കേട്ടോ. സെക്കൻഡ് വൺ, അദർ ഓർ സെക്കൻഡ് വൺ. രണ്ടാമത്തെ എവിടെയായിരുന്നു? സോഫയ്ക്ക് നീച്ചെ. സോഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോഫ തന്നെയാണ് കേട്ടോ. സോഫ മീൻസ് സോഫ എന്ന് പറഞ്ഞാല് സോഫ തന്നെയാണ്. സോഫാക്ക് നീച്ചെ എന്ന് അർത്ഥം എന്താ? നീച്ചെ ചോദിച്ചോട്ടെ. അറിയുന്നവരാ ചേട്ടാ? അറിയുന്നവരാണ് ചേട്ടാ? നീച്ച എന്ന് പറയുന്നത് ഏതാ? മിഖേലേ മിടുക പറഞ്ഞോടാ. സോഫയുടെ അടിയിൽ. അപ്പൊ എന്ന് പറയാം അണ്ടർ. UNDEER. സോഫയുടെ അടിയിൽ. നീച്ചെ അണ്ടർ, താഴെയാണ് കേട്ടോ. അപ്പൊ ഏതാ? അപ്പൊ ഒരാൾ എവിടെയായിരുന്നു? തറയിലായിരുന്നു. ഒരാൾ എവിടെയായിരുന്നു? അണ്ടർ ദി സോഫ. സോഫയുടെ താഴെ. പറയുമ്പോൾ നമ്മൾ എഴുതണം അണ്ടർ ദി സോഫ എന്ന് കേട്ടോ. സെന്റൻസ് എഴുതുമ്പോ അണ്ടർ ദി സോഫ കേട്ടോ. സോഫാക്ക് നീച്ചെ അണ്ടർ ദി സോഫ കേട്ടോ. വേർഡ്സ് മീനിങ് നമ്മൾ എഴുതി പോയി കേട്ടോ. പെട്ടെന്ന് തെറ്റാതെ എഴുതിയെടുത്ത മക്കളെ. ഈ 4 വേർഡ്സിന്റെ മീനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. 4 വേർഡ്സ് അല്ല, സോറി 3 വേർഡ്സിന് കേട്ടോ. ഇത് ഓറാണേ. ഒന്നില്ലെങ്കിൽ ഇത്, അതില്ലെങ്കിൽ ഇത് കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞിട്ടാണ് ചേട്ടാ. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഞാൻ എഴുതാൻ സമയം തരാം കേട്ടോ. ഇനി മുതൽ ലാസ്റ്റ് എഴുതിയാൽ മതിയെ. മേനെ ഉനെ ഉൻകെ മാ ബാപ് കെ ഹവാലെ കർ ലിയ. മേനെ, മേനയുടെ മീനിങ് എന്താ മക്കളെ? വിളി സാറേ. ഹെൽവിൻ. ഹായ് ഹെൽവിൻ. ഹെൽവിനെ മേനയുടെ മീനിങ് എന്ന് പറഞ്ഞേ മക്കളെ. വെരി ഗുഡ് ഈവനിങ് ടാ. എന്റേന്നാണോ മേന എന്ന് പറയുമ്പോ? മീ. ആ ഓക്കെ, ഞാൻ കേട്ടോ. മേന എന്ന് പറഞ്ഞാല് ഐനിതയിൽ ഓക്കെ കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഐ. മേനെ ഐ. ഉനേം അവരെ അല്ലെങ്കിൽ അവയെ എന്നർത്ഥം കേട്ടോ. ദം കേട്ടോ. THEM ദം. ഉനേം അവയെ അല്ലെങ്കിൽ ദം, അല്ലെങ്കിൽ അവരുടെ കേട്ടോ. ദം അല്ലെങ്കിൽ അവരുടെ.
മക്കളെ താഴത്തെ മീനിങ്സ് എഴുതി കഴിഞ്ഞിട്ട് കാണിച്ചടാ, ഈ കാണുന്ന മീനിങ്സ് എഴുതി കഴിഞ്ഞിട്ട് കാണിച്ച്. ഓക്കെ ആണല്ലോ. അപ്പോ അവരുടെ മാം ബാപ്കെ എന്നാണ് അല്ലെ. മാം ബാപ്കെ കണ്ടോ. മാം ബാപ്പിന്റെ മീനിങ് ആര് പറഞ്ഞുതരും എനിക്ക്? മാം ബാപ്പ് എന്ന് പറഞ്ഞ മീനിങ് ആര് പറഞ്ഞുതരും? സിമ്പിൾ അല്ലേ? സാറെ വിളിച്ചു. ഹൃദിക പറഞ്ഞുതരും. ഹൃദിക ഏതിന്റെ മക്കളെ? എഴുതാൻ പറ്റില്ല, ഫോണ് നെറ്റിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഏതിന്റെയാടാ? ഇതിന്റെയാണോ? ആ ദൂസര സോഫയ്ക്ക് നീച്ച്. ദൂസര എന്ന് പറഞ്ഞാൽ അതർ, മറ്റത് സോഫക്ക് നീച്ച്, അണ്ടർ ദി സോഫ, സോഫയുടെ താഴെയായിരുന്നു. ഓക്കെ അല്ലേ? പിന്നെ സാറേ, ആ എന്തോ ആർക്കാണ്? അനിയന്. ഹായ്, സുഖല്ലേ? എന്താണ്? സുഖമാണല്ലേ? ചേച്ചിയുടെ പുറത്ത് പഠിക്കണോ? ഓക്കെ, പഠിച്ചോട്ടാ. സെറ്റാ. ഓക്കെ, നമ്മള് വന്നതിനല്ല, നമ്മള് വന്നൊരു മീനിങ് വെച്ചായിരുന്നു. ഹൃദിക മാമ്പക്കയുടെ മീനിങ് പറഞ്ഞില്ല. സാറേ നെക്സ്റ്റ് സാറല്ല പറഞ്ഞുതരാം. മിത്രേ, വെരി ഗുഡ് ഈവനിങ്. മാം ബാബ് അർത്ഥം എന്താ? മാ അർത്ഥം എന്താന്ന്? ഓ, മാം ബാപ്പ് ചേർത്തവൻ മാപ്പാക്കി. സൂപ്പറാ, അടിപൊളിടാ. വെയിറ്റ്, അതല്ലടാ, തെറ്റാണ്. ഉത്തരം പറഞ്ഞാ സാറേ വിളിച്ചു സാറേ. ആമിനെ പറഞ്ഞു കൊടുത്തേ. മാമ്പാപ്പ് ആരാണ്? അമ്മയാണ് കേട്ടോ. അപ്പൊ മാമ്പാപ്പ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മാം ആൻഡ് ഡാഡ്, അച്ഛനും അമ്മയും ആട്ടോ. മാം ആൻഡ് ഡാഡ് എഴുതിയത് മക്കളെ, അമ്മയും അച്ഛനെയും. എഴുതിയോ മക്കളെ? അപ്പൊ ഞാൻ അവരെ ഉൻകെ എന്നൊരു വീടുണ്ടാണ് അല്ലേ, അത് കണ്ടല്ലോ, സോറി വിട്ടുപോയി. ഉൻകെ എന്ന് പറയുമ്പോ അവരുടെ നാട്ടോ. ഉൻകെ അവരുടെ, അവിടെ എഴുതുന്നുള്ളേ അവരുടെ. ദെൻ അല്ലെങ്കിൽ ദേർ, THEIR, ദേർ, അവരുടെ. അവരെ അവരുടെ കേട്ടോ. ദം എന്ന് പറയുമ്പോ അവരെ നിയമം കേട്ടോ. അവരെ അവരുടെ. ഞാൻ അവരെ അവരുടെ. മാം ബാപ്കെ, അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ ഹവാലേ കർദിയ. ഹവാലേ കർദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹവാലേ കർദിയ അവരെ എന്താ പറയാ, ഹാൻഡ് ഓവർ ചെയ്തു അല്ലെങ്കിൽ ഏൽപ്പിച്ചു എന്ന് എഴുതിക്കും കേട്ടോ. ഏൽപ്പിച്ചു. ഇത് എവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഹവാല എവിടെ എഴുതാം? ഹവാലേ കർലിയ, ഏൽപ്പിച്ചു എന്ന് എഴുതിക്കും കേട്ടോ. ഏൽപ്പിച്ചു അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. ഹാൻഡ് ഓൺ ചെയ്തു കേട്ടോ. ഹാൻഡ് ഓൺ. ഹാൻഡ് ഓൺ അല്ലെങ്കിൽ ഹാൻഡഡ് ദം ഓവർ കേട്ടോ. ദം ഓവർ, ഹാൻഡഡ് ദം ഓവർ, അവരെ ഏൽപ്പിച്ചു എന്നാവും കേട്ടോ. ഓക്കേടാ മക്കളെ, ഉൻകെ എന്നുള്ള വീടിവിടെ വരും കേട്ടോ. അതാണ് അവരെ ഏൽപ്പിച്ചു കേട്ടോ. അവരെ ഏൽപ്പിച്ചു. ഓക്കെ, ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്ത് മാത്രം മതി? ഹാൻഡ് ഓവർ ചെയ്തത് മാത്രം മതി കേട്ടോ. പക്ഷെ നമ്മുടെ സെന്റൻസ് വെച്ച് പറയുമ്പോൾ എങ്ങനെ എഴുതണം? ഹാൻഡ് ദം ഓവർ ചെയ്യും കേട്ടോ. അവരെ എങ്ങോട്ട് ഏൽപ്പിച്ചു? അച്ഛനെയും അമ്മയെയും ഏൽപ്പിച്ചു. ക്ലിയർ ആയിട്ട് അടിച്ചടാ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? എല്ലാ വേർഡ്സിനും മീനിങ്സ് എഴുതിയോ? അപ്പൊ രണ്ടുപേര് അകത്തോട്ട് പോയല്ലേ. അവൻ അകത്തോട്ട് നോക്കിയപ്പോ എന്താ? ഒരാൾ തറയിലായിരുന്നു, ഒരാളുടെ സോഫയുടെ താഴെയായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? അവർ രണ്ടുപേരെയും അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചു. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? മീൻസ് എഴുതി കഴിഞ്ഞിട്ട് കാണിച്ച്. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ലാസ്റ്റ് സെന്റൻസ് സാറേ ഒരാൾ വിളിച്ചു വായിപ്പിക്കട്ടെ സാറേ. ഒരാൾ വിളിച്ചു വായിപ്പിക്കാം. ഹൈഡാ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ച മക്കളെ. അൺമിട്ടി കേട്ടോ. ആവുന്നില്ല, വായിക്കാൻ അറിയോ നിനക്ക്? എന്നാ വായിച്ചു. ഓക്കെ സാർ, നെക്സ്റ്റ് വിളിച്ചു. അനുഗ്രഹ. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. വെരി ഗുഡ് ഈവനിങ്
അനുഗ്രഹം ഭയങ്കര പ്ലസന്റ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്, നല്ല ശ്രദ്ധിച്ചിരിക്കുന്നു കേട്ടോ, മിടിക്കാണ്ടോ. ഓക്കെ, അപ്പൊ വായിച്ചോ. पर ആ जलमुर्गियां ജൽമുർഗിയ, शोर ഷോർ, मचाती മജാത്തി, रही। രഹി. ഇനി ആ ഐശ്വര്യത്തോടുകൂടി തന്നെ ബാക്കി തന്നെ മീനിങ് കൂടി പറഞ്ഞു. पर പറഞ്ഞ മീനിങ് ഞാൻ പറയാം. ബട്ട് പക്ഷേ, BUT ബട്ട് പക്ഷേ. ഓക്കെ, ദെൻ ജൽമുർഗി അറിയാലോ. ജൽമുർഗി എന്ന് പറഞ്ഞാ വാട്ടർ ഹെൻസ്, അതിന് എഴുതണ്ടല്ലോ അല്ലെ, എല്ലാവർക്കും അറിയാലോ വാട്ടർ ഹെൻസ് ആണ്. ഷോർ മജാത്തി രഹിയുടെ മീനിങ് പറഞ്ഞു തന്നാൽ മതി, നമ്മൾ എഴുതിയത് ഒരു തവണ. शोर കുഴപ്പമില്ല, സാറില്ല സാറേ, അറിയാവുന്ന സാറേ. ആലിയ, ഹായ് ആലിയ. ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ്. എല്ലാം ഉണ്ടല്ലോ, കുറെ നാളെല്ലാം കണ്ടിട്ട്. എവിടെയായിരുന്നു, കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? ഇക്കച്ചിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എക്സാം ആയിരുന്നു, പ്ലസ് ടുവിലാണ്. അപ്പൊ എവിടെ എക്സാം? ഇക്കച്ചിക്ക് എക്സാം ഉണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ ആ അപ്പൊ മോളിക്ക് കയറിയില്ല കാരണം. ആ ഒരു ഫോണിലാണ്. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂ. ഷോർ മജാത്തി രഹി എന്ന് പറഞ്ഞാ ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. ആ മിടുക്കി, ശബ്ദം ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ എന്ത് പറയാം, കെപ്റ്റ് മേക്കിംഗ് നോയ്സ്, അല്ലെങ്കിൽ എന്താ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മക്കളെ തെറ്റാതെ എഴുതടാ. ആണല്ലോ അല്ലെ, തെറ്റാതെ എഴുതരുതോടാ മക്കളെ. എല്ലാം എഴുതി കഴിഞ്ഞല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ് മക്കളെ. എല്ലാവരും പേജ് മറിച്ചു. സാറേ നെക്സ്റ്റ് പേജിലോട്ട് സാറേ. ഓക്കെ, പിക്ചറിൽ എന്താ കാണാം നോക്കിക്കേ സാർ. പിക്ചർ ഇട്ടു. യെസ് മക്കളെ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എല്ലാവരും പിക്ചറിൽ എന്താ കാണുന്നുണ്ട്? ഒരാൾ സാർ ചോദിച്ചോടെ. പൂജ, ഹായ് പൂജ. റേഞ്ച് ഇഷ്യൂ ആണോ സാറേ? ഗോ ഫോർ നെക്സ്റ്റ്. വെരി ഗുഡ് ഈവനിങ്. പിക്ചറിൽ എന്താ കാണുന്നുണ്ട്? ആ മോസ്കിറ്റോനെ കാണുന്നുണ്ടല്ലേ, മിടുക്കി. ആ കുട്ടി എന്താ ചെയ്യുന്നത് അവിടെ? ആ അടിക്കുകയാണ്. നമുക്ക് കൊതിനെ കാണാൻ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? എല്ലാവരും കാണിച്ച കൊതിനെ കാണുമ്പോ അല്ലെ, ഈ ഒരു ഒറ്റ അടിയായിരിക്കും അല്ലെ, കൊതിന്റെ ജീവൻ അപ്പൊ തീരും അല്ലെ. നോക്കാം സാറേ, പെട്ടു. ഓക്കെ നോക്കാം. അപ്പൊ നമുക്ക് സാറൊന്ന് വായിക്കാം, കൂടെ വായിക്കണോണ്ടല്ലോ. സെറ്റ് അല്ലേ, റെഡി ആണല്ലോ അല്ലെ? ശ്രദ്ധിക്കുക. ഏക് മച്ചർ ബിൻ ബിനാ റഹ ഥ. ഓക്കെ ആണോ? വായിക്കാൻ ശ്രദ്ധിക്കുക. ഏക് മച്ചർ, രണ്ട് ചാ ചേർന്നാണ് കേട്ടോ. അപ്പൊ മച്ചർ എന്ന് വായിക്കണം കേട്ടോ. മച്ചർ ബിൻ ബിനാ റഹ ഥ. ഓക്കെ അല്ലേ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഉസേ ബഗാനെ കെ ലിയേ മേനെ താലി പീട്ടി. ഉസേ ബഗാനെ കെ ലിയേ മേനെ താലി പീട്ടി. ഓക്കെ അല്ലേ, കിട്ടിയല്ലോ വായിക്കാനായിട്ട്? ഓക്കെ, വായിക്കാൻ കിട്ടിയിട്ടാ സെറ്റ് അല്ലേ സാറേ? ഈ തേർഡ് ലൈനിൽ ലാസ്റ്റ് വൺ, ആ തേർഡ് ലൈനിൽ ലാസ്റ്റ് വൺ, ആരുടെ താഴെ. ഹായ് ഹൈഡൻ. ഹൈഡൻ അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? ഇപ്പൊ എഴുതിയ ബുക്ക് ഒന്ന് കാണിച്ച മോനെ. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കില്ലേ, ഒന്ന് കാണിച്ച്. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്തോണ്ടിരിക്കുന്നത് പറയൂ. അൺമ്യൂട്ട് ആയിട്ട് പറഞ്ഞേ. അൺമ്യൂട്ട് ആക്കട്ടോ. ആ ഓപ്ഷൻ ഞെക്ക പോരും സാറേ. ഓക്കെ മകൾ നോക്കുക. ആവാസ് സുൻകർ പലങ്ക് കെ നീച്ചെ ചുപ്പ ചൂസ തേസി സെ ബാഹർ ബാഘ. കൂടെ വായിക്കട്ടോ മക്കളെ, ശ്രദ്ധിച്ചേ. ആവാസ് സുൻകർ പലങ്ക് കെ നീച്ചെ ചുപ്പ ചൂസ തേസി സെ ബാഹർ ബാഘ. ഓക്കെ അല്ലേ, സെറ്റ് ആണ് സാറേ? ഒരാൾ വിളിച്ചേ.
വായിക്കാൻ അറിയാവുന്ന ഒരാളെ വിളിക്കും സാറേ. വായിക്കാൻ അറിയാവുന്ന ലെറ്റർ കാണിച്ചടാ. വായിക്കാൻ താല്പര്യമുള്ള ലെറ്റർ കാണിച്ചേ. അയറ അയറ കൈ വീശിടാ കാലിൽ പറക്കണം അവിടെ അല്ലേ പവറില്. അയറ വായിച്ചോ Good മക്കളെ. evening, sir. വെരി ഗുഡ് ഈവനിങ്. ഹാപ്പി ആയില്ലേ വിളിച്ചപ്പോ? ആ വായിച്ചോ. एक मच्छर ഏക് മച്ചർ बिनबिना रहादा. രഹാത. സൂപ്പറാ സാറേ. നെക്സ്റ്റ് ആള് സാറേ. കൃഷി. ആ മോനെ വായിച്ചോടാ. മൈക്കില്ല. എടാ മൈക്കൊന്ന് റെഡി ആക്കണം കേട്ടോ. തീർത്താൻ പുണ്യ. ഹായ്. Good evening, sir. വെരി ഗുഡ് ഈവനിങ്. ഓക്കെ വായിച്ചോടാ. ടീച്ചർ ഉസേ തൊട്ടിട്ടാണോ? ആ അതെ അതെ അതെ. उसे हाँ। भगाने के लिए मैम ने ताली पीटी. സൂപ്പർ. നെക്സ്റ്റ് ആള്. അടുത്ത ആള് വായിച്ചോ. आवाज सुनकर पलंग के नीचे छुपा चूजा तेजी से बाहर भागा. സൂപ്പറാ. എന്നെ കണ്ടു വായിച്ചുടാ. സൂപ്പർ. നന്നായിട്ട് വായിച്ചുടാ. അടിപൊളി. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇനി എന്നാ മീനിങ്സ് പോയാലോ? സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചു. അപ്പൊ സാറേ ഏക്കിന് മീനിങ് ആര് പറയുന്നു? മേക്കിന്റെ മീനിങ് ഹരികേഷ്. ഹരികേഷേ ഏക്ക് എന്ന് പറഞ്ഞ എത്രയാ മക്കളെ? 1 1 കേട്ടോ. 1 ONE. ഓക്കെ നെക്സ്റ്റ് മോസ്കിറ്റോന്റെ മീനിങ് അറിയാൻ രാജ. മോസ്കിറ്റോന്റെ മീനിങ് അറിയാവുന്നവരെ ആർക്കും മനസ്സിലായല്ലോ, കുഴപ്പമില്ല. ഓക്കെ സാർ നെക്സ്റ്റ് ആണ്. അമലേ വെരി ഗുഡ് ഈവനിങ്. മച്ചറിന്റെ മീനിങ് അറിയാൻ പറഞ്ഞു. നീ ബുദ്ധിയുള്ളതാണ് ഇപ്പൊ പറയും. ഈച്ച. എടാ ഞാനിപ്പോ വിളിച്ച് പറഞ്ഞായിരുന്നു, ശ്രദ്ധിക്കണ്ട. സാറേ ഗോ ഫോർ നെക്സ്റ്റ് സർ. വൈഗ. മച്ചർ എന്താ മക്കളെ? വെരി ഗുഡ് ഈവനിങ്. ഏത് മുതലാ? മച്ചറിന്റെ മീനിങ് അറിയാമോ? മച്ചറിന്റെ മീനിങ് അറിയാമോ? വായിക്കാനല്ല, വായിച്ചൊക്കെ നമ്മൾ മീനിങ്സ് എഴുതണം. അപ്പൊ മീനിങ്സ് എഴുതിയില്ലേ? ആ ഓക്കെ. മച്ചറിന്റെ മീനിങ് അറിയാമോ മോൾക്ക്? അറിയില്ല. നമ്മുടെ രാത്രി വൈകുന്നേരം നമ്മുടെ അടുത്ത് വരില്ലേ പാട്ടൊക്കെ പാടിയിട്ട്? നമ്മൾ എന്തിനാ അടിക്കുക? ഒന്ന് ഓർത്ത് നോക്കിയേ. ക്ലൂഡ് ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാ കാണാം. ഞാനല്ലട്ടാ. ഇത്രയും ക്ലൂ കണ്ട് കിട്ടിയില്ലേ? അയ്യോ ചൂട് ഭയങ്കര ചൂട്. സൺ. സൂപ്പർ. ദേ നിൽക്കുന്നു സൺ. കണ്ടോ? സണ്ണാണോ ഇവിടെ നിൽക്കുന്നേ? എടാ വൈകുന്നേരം വരൂടാ, ബ്ലഡ് ഒക്കെ കുടിക്കും. ഇത് ഈ ഫോട്ടോയിൽ ഉണ്ടെന്ന് നോക്കുക. ഫോട്ടോയിൽ എന്താന്ന് പറഞ്ഞാ കറക്റ്റായി. ബോയ് എന്ന് പറഞ്ഞത് കേട്ടോ. ആ മോസ്കിറ്റോ. ഇതൊന്ന് പറയിക്കാനായിട്ടാണ് കഷ്ടപ്പെട്ടെ കേട്ടോ. MOSQUITO മോസ്കിറ്റോ കേട്ടോ. കൊതുക് അല്ലെങ്കിൽ കൊതുക് എഴുതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോ കൊതുകാണ്. നമ്മുടെ സാധാരണ വീട്ടിൽ കൊതുക് വന്നാൽ എന്താ ചെയ്യുക? നമ്മുടെ കുത്തനൊക്കെ മുന്നേ നമ്മുടെ ചെവിട്ടിൽ സൗണ്ട് ഉണ്ടാക്കത്തില്ലേ? കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? അപ്പൊ ആ സൗണ്ട് ഉണ്ടാക്കുന്ന പറയുന്ന പേരാണിത് ബിൻബിനാരഹാത എന്ന് പറഞ്ഞ കേട്ടോ. ബിൻബിനാരഹ എന്ന് പറഞ്ഞാല് മൂളിപ്പാടിക്കൊണ്ടിരിക്കുക. കൊതുക്. തെറ്റായി തീർക്കണം മക്കളെ. മൂളി പാടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? വാസ് ബസ്സിങ് കേട്ടോ. BUZZING. അപ്പോ ഒരു കൊതുക് മൂളിപ്പാടിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ രഹാദ എന്നല്ലേ? ഇരിക്കുകയായിരുന്നു എഴുതിക്കോ കേട്ടോ. ഇരിക്കുകയായിരുന്നു. തെറ്റാതെ എഴുതിയെടുത്ത മക്കളെ. മലയാളം ഒക്കെ ആണല്ലോ അല്ലെ? മൂളിപ്പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വാസ് ബസ്സിങ്. തെറ്റൊന്നും എഴുതിയെടുത്തില്ല, വേഗം എഴുതി കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് നോക്കിക്കേ. അപ്പൊ വീടെന്ന് അറിയാം മോസ്കിറ്റോ ആണ്. ഉസേ ബഗാനെ കേലിയെ മേനെ താലി പീട്ടി.
ഉസ്സേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ഉസ്സേ അവയെ കേട്ടോ, അവയെ. ദം TH മക്കളെ താഴെ കേട്ടോ, താഴെ ഇതാവേ. ഉസ്സയുടെ മിനി ഇവിടെ കേട്ടോ, ഇരിക്കണ്ട. ഇത് ഇവിടെ വയ്ക്കോ കേട്ടോ, ഇവിടെ വയ്ക്കോ, സ്പേസിലൂടെ. ഉസ്സേ ദം അവയെ THEM ദം അവയെ ബഗാനെ കേലിയെ. ബഗാനെ കേലി എന്തായിരിക്കും? ബഗാനെ കേലിയെ ഓടിക്കുവാൻ, അവയെ ഓടിക്കാൻ. അല്ലെങ്കിൽ എന്താ പറയാം? ഷൂ ഇറ്റവേ കേട്ടോ, അല്ലെങ്കിൽ ഓടിക്കാന്നല്ലേ. ബഗാനെ കിളിയെ ഓടിക്കാൻ വേണ്ടിയല്ല. ഉസേ ബഗാനെ കിളിയെ മേനെ താലിപ്പിടി. അതുകൊണ്ട് പറഞ്ഞ ഒറ്റ സെന്റൻസ് ആയിട്ട് കേട്ടോ. താലിപ്പിടി എന്ന് പറഞ്ഞ മേനെ എന്ന് പറഞ്ഞ എന്താ? ഞാൻ. ആയി താലിപ്പിടി എന്ന് പറഞ്ഞ താലിപ്പിടി എന്ന് പറഞ്ഞ അവൻ എന്താ ചെയ്തെന്ന് നോക്കിക്കേ. ആ പിക്ചർ നോക്കിയടാ, എന്താ ചെയ്തേക്കുന്ന? ആ പിക്ചറില് എന്താ ചെയ്തേക്കുന്നേ? ആ കൈ ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലേ. അപ്പോ കൈ അടിക്കുന്ന പറഞ്ഞ താലിപ്പിടി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ കൈ അടിച്ചു, കൈ അടിച്ചു അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്തു കേട്ടോ. CLAPPED ക്ലാപ്ഡ്. കൈ അടിച്ചു. അവയെ ഓടിക്കാനായിട്ട് ഞാൻ കൈ അടിച്ചു. അല്ലെങ്കിൽ സെന്റൻസ് എഴുതുമ്പോ അവയെ ഓടിക്കാന്നുള്ള ഷൂയിറ്റ് അവേ കേട്ടോ. CHOOITAWAY. ഇത്തിരി കയറി പോയി അല്ലേ, ഓടിക്കാനുള്ളത് ഷൂയിറ്റ് അവേ കേട്ടോ. അവയെ ഓടിക്കാനായിട്ട് ഞാൻ കൈയടിച്ചു കേട്ടോ. അവയെ ഓടിക്കാൻ ഞാൻ കൈയടിച്ചു. ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞോ മക്കളെ? സെറ്റ് ആണല്ലോ. നേരെ നേരെ എഴുതിക്കോട്ടോ. നമ്മുടെ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സാറ് മുകളിലോട്ട് എഴുതിയിരുന്നുള്ളേ. ഇവിടെ തെറ്റാതെ വേഗം എഴുതിരുത്ത മക്കളെ. ഓക്കെ മക്കളെ എഴുതിക്കാനടാ, സെറ്റ് അല്ലേ? ഇത് ഇവിടെ ഒരു പേര് എഴുതിക്കോട്ടോ. ഷൂ ഇറ്റവേയുടെ കൂടെ തന്നെ ഡ്രൈവ് കൂടി എഴുതിക്കോട്ടോ. ഷൂ അല്ലെങ്കിൽ ഡ്രൈവ്. ഇവിടെ നോക്കുക, ഷൂ അല്ലെങ്കിൽ ഡ്രൈവ്, DRIV. അവയെ ഓടിച്ച് കളയാൻ ഡ്രൈവ് എന്നുകൊണ്ട് എഴുതിക്കോട്ടോ. അവിടെ ഓക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റിറപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ബെറ്റർ ഡ്രൈവ് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിച്ചേ, ഇവിടെ ജസ്റ്റ് ഒന്ന് നല്ലത് പറഞ്ഞാൽ ഒരു കൊതുക് അവിടെ ബസ്സിങ് അല്ലെങ്കിൽ മൂടിപ്പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ഓടിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു, ഞാൻ ഇങ്ങനെ കൈയടിച്ചു. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ, പറയുമല്ലോ. അപ്പൊ ഇത്രയും നേരം എഴുതിയ മീനിങ്സ് എല്ലാവരും വേഗം വേഗം വായിക്കുക. സാറുമാർ ഇപ്പൊ ചോദിക്കും. ഓക്കെ അല്ലേ? പറയൂലേ? സെറ്റാണല്ലോ? യെസ് സാർ. സൂപ്പറാ, കുറെ പേരൊക്കെ നന്നായിട്ട് പറഞ്ഞു ഇവിടെ. അടിപൊളി. കിട്ടാത്തൊരു വേഗം വായിച്ചു. നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ഷോർട്ട് ബ്രേക്ക് ഓടിപ്പോ.